പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊരു ശുഭയാത്ര നേരുന്നു. ഇന്ത്യയിൽ എത്ര ഭാഷകളുണ്ട്? ഏതാണ്ട് 10-18 കാണുമല്ലേ? പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ വേറെ. ഇതിലേത് ഭാഷയും പഠിക്കാൻ ഒരു ഭാഷാ സഹായി വേണം. ഉദാഹരണത്തിന് 30 ദിവസം കൊണ്ട് തെലുങ്ക് പഠിക്കാം. ഇത് ഞാൻ പോലും പഠിച്ചത് 300 ദിവസം കൊണ്ടാ. അങ്ങനെ എല്ലാ ഭാഷകളും പഠിക്കാൻ എത്ര ദിവസം വേണ്ടി വരും? പേടിക്കണ്ട, ലോകത്തിലെ ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു അപൂർവ ഉപകരണമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിരുന്നോളൂ, കാണിക്കാൻ പോവാണ്. റെഡി, 1 2 2 3. ഇതാണ് ഉപകരണം. 2 രൂപ മാത്രം. 2 രൂപ പേന വാങ്ങിയേട്ടാ പ്ലീസ്. 2 രൂപയല്ലേ ഉള്ളൂ. പരീക്ഷ എഴുതാം, കണക്ക് എഴുതാം, പ്രേമലേഖനം എഴുതാം. ഇനി പബ്ലിക് പ്ലേസിൽ ആരോടും പേന ഇരക്കണ്ട. വണ്ടി വിടാൻ പോവാണ്. വാങ്ങിയേട്ടാ 2 രൂപ മാത്രം. ഞാനിപ്പോ വണ്ടി എടുത്തല്ലേ? വെറും 2 രൂപ മാത്രം. എ ക്വാളിറ്റി പേന വെറും 2 രൂപ മാത്രം. എ ക്വാളിറ്റി. ചേട്ടാ പേന വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കെങ്കിലും ചെയ്യാമല്ലോ. ചേട്ടനെ കണ്ടാൽ അറിയാം ചേട്ടന് ഒരു പേനയുടെ ആവശ്യമുള്ളത്. വാങ്ങിയേട്ടാ വെറും 2 രൂപ മാത്രം. എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ. എഴുതാൻ അറിയില്ലെങ്കിൽ ചേട്ടൻ ഈ പേന ഉപയോഗിച്ചാൽ മതി. ഇതെന്ത് പേന? ഇത് മഷി ഇല്ലാത്ത പേന. എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് എഴുതാത്ത പേന. കമ്പനി പ്രചരണാർത്ഥം വെറും 1 രൂപയ്ക്ക്. അതും വേണ്ടേ? ഹലോ ചേട്ടാ, ഞാനൊരു പേന കച്ചവടക്കാരനാണ്. ഇന്നത്തെ കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ താങ്കളെ സാധനം ക്ഷണിക്കുകയാണ്. ഒരു 2 രൂപ തന്നെ ഈ പേന വാങ്ങി ഈ കച്ചവടം ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. ഒന്ന് പോണം മിസ്റ്റർ. ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ നിന്നെയൊക്കെ പോലത്തെ എത്ര എണ്ണത്തിനെ സഹിക്കേണ്ടത്? അത് ജീവിക്കാൻ വേണ്ടി. മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയാണോ ജീവിക്കുന്നത്? അല്ല, കച്ചവടം അതിന്റേതായിട്ട്. താൻ മര്യാദക്ക് ഇറങ്ങി പോകുന്നു, അതാ ഞാൻ പിടിച്ചിറക്കണം? പിടിച്ചിറക്കാൻ ഞാൻ മണവാട്ടി ഒന്നും അല്ലല്ലോ. എങ്ങനെ? താൻ മണവാട്ടിയുടെ അച്ഛനും അല്ല പിടിച്ചിറക്കാൻ. കൂടുതൽ കളി വേണ്ട. ഞാൻ ആരും കോട്ടയത്ത് പോയിട്ടുണ്ട്. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ മൂക്കേലും തൊടാമോ? തൊട്ട് നോക്ക്. തൊട്ട് നോക്ക്, അപ്പൊ കാണാം. തൊട്ടല്ലേ? തൊട്ടു. തൊടുകൊടോ തൊടു. നീക്ക് ആ സൈസാ. എ ക്വാളിറ്റി പേന 2 രൂപ. എ ക്വാളിറ്റി പേന 2 രൂപ. എ ക്വാളിറ്റി പേന 2 രൂപ. താൻ ചെയ്തത് ശരിയാ. ഇവന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. അതെ, തൊഴിലില്ലായ്മ ഉണ്ടാ. തൊഴിലില്ലായ്മയാണല്ലോ നമ്മുടെ പ്രശ്നം. അത് പറയരുത്, അവിടെയാണ് തെറ്റ്. തൊഴിലില്ലായ്മയല്ല, അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ആ പോയ ആളെ കണ്ടില്ലേ? അത് ഒന്ന് മറിക്കേ. അയാൾക്ക് യോജിക്കുന്ന 100-ലധികം സ്വയം തൊഴിലുകൾ ഇവിടെ ഉണ്ട്. നല്ല വരുമാനം ലഭിക്കുന്ന നല്ല 1-ാം തരം തൊഴിലുകൾ. അതിന് അയാൾ നേരെ ചെല്ലേണ്ടത് കളക്ടറുടെ ഓഫീസിലേക്കാണ്. പക്ഷേ അവിടുത്തെ ശിപായി പറയും കളക്ടർ സാറിന് ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന്. അതും കേട്ട് ചുമ്മാ തിരിച്ചു പോരരുത്. ഒരു തുണ്ട് കടലാസിൽ വെറും 2 വരി എഴുതി അകത്തേക്ക് കൊടുത്തുവിട്ട് നോക്ക്. ഉടനെ ആള് വന്ന് പറയും കളക്ടർ സാർ അകത്തേക്ക് വിളിക്കുന്നു. എന്താണ് ആ എഴുതി കൊടുക്കേണ്ടത് 2 വരി എന്ന് ചേട്ടൻ അറിയാമോ? ഇല്ല. ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതാണ്, അറിയില്ല. അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ ധാരാളം ബാങ്ക് ലോണുകൾ ഇവിടെ ആർക്കും കിട്ടണം. പക്ഷേ ഒന്ന് മാറിക്കേ. പക്ഷെ ബാങ്ക് മാനേജർ പറയും ഇവിടെ ലോൺ ഇല്ലെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണ്ട് കടലാസിൽ വെറും 4 വാചകം എഴുതി ലോൺ ഇല്ലെങ്കിൽ സാറേ ഇതിലൊന്ന് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് കൊടുത്തു നോക്ക്. ഇല്ലാത്ത ലോൺ ഉണ്ടാവും. പക്ഷെ എഴുതേണ്ട 4 വരി എന്താണെന്ന് ചേട്ടൻ അറിയാവോ? അതും അറിയില്ല. ആർക്കും അറിയില്ല. ഇല്ല. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. തൊഴിലില്ലായ്മയല്ല, അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ആ കളക്ടറുടെ ഓഫീസിൽ എഴുതി കൊടുക്കേണ്ട 2 വാചകം എന്താണ് സാർ? സാറേ, ആ ബാങ്കിൽ എഴുതി കൊടുക്കേണ്ട 4 വരി എന്താണ്? പറഞ്ഞുതരാം. അതുമാത്രമല്ല, അതുപോലത്തെ 1001 കാര്യങ്ങൾ, 1001 ടെക്നിക്സ് ഇതാ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതേപോലത്തെ 1001 ടെക്നിക്കുകൾ. ഇതിന്റെ വില 150 രൂപയാണ്. പക്ഷേ ഇത് വെറും 10 രൂപയ്ക്ക് ഞാൻ ഇവിടെ വിൽക്കുകയാണ്. മാത്രമല്ല ഇതോടൊപ്പം യുവ മഹാകവി ചന്ദ്രഹാസന്റെ അതിമനോഹരമായ കവിതാ സമാഹാരവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതെ, തുച്ഛമായ വിലയ്ക്ക് മൊത്തമായ അറിവുകൾ, മാത്രമല്ല കവിതകളും ഫ്രീ. വെറും 10 രൂപ. സുഹൃത്തുക്കളെ വാങ്ങൂ, കടന്നൂര്. ഈ ചേട്ടൻ വാങ്ങിച്ചിരിക്കുന്നു. വെറും 10 രൂപയ്ക്ക് അറിവുള്ളവരാകൂ. അതെ, അറിവിന്റെ കൊടുമുടി കീഴടക്കുവാൻ 1001 ടെക്നിക്കുകൾ. ജോലിയും ലോണും. അതെ, വാങ്ങൂ, വായിക്കൂ. ആരും വെള്ളം ഉണ്ടാക്കേണ്ട. ആവശ്യത്തിന് പുസ്തകം ഞാൻ കൊണ്ടുവന്നു. എടാ കള്ള സുവറേ, മേലാൽ ഈ സൈസ് നമ്പരുമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടാലുണ്ടല്ലോ, ഇടിച്ചതിന്റെ ടെക്നിക്കലൊക്കെ. എണ്ണം തെറ്റി. കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ കയ്യിൽ പേന മാത്രമല്ല, പേന കത്തിയുണ്ട്. കാണണോ? അയ്യോ, പേന കത്തി എനിക്ക് ആവശ്യം. കത്തി കച്ചവടത്തിനല്ല, കുത്താനാ. തനിക്കിപ്പോ എന്താണോ വേണ്ടത്? എന്താ ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നം ഒന്നോ? രാവിലെ മുതൽ ഈ പേനയും കൊണ്ട് നടക്കാൻ തുടങ്ങിയതാ. ഒരെണ്ണം പോലും വിറ്റിട്ടില്ല. അതിന്റെ ഇടയിലാ തന്റെ ഒരു. അത്രേ ഉള്ളൂ. താങ്കൾക്ക് ഇപ്പൊ പേന മുഴുവൻ വിറ്റ് തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്താ താനിത് മുഴുവൻ വാങ്ങൂ? ഏയ്, ഞാനിത് മുഴുവൻ തീർത്തരാം. ഇങ്ങനെ അയ്യോ, ഞാനും കൂടെ ജോയിൻ ചെയ്യാം. വേണ്ട വേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. താൻ ഇവിടെ നിന്നാ മതി. സുഹൃത്തുക്കളെ, ഇതാ ഒരു പേന. ഈ പേന ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് മേടിച്ചു വാങ്ങിച്ചു ഒന്ന് എഴുതി നോക്കൂ. ഇത് തികച്ചും ഫ്രീ ആണ്, സൗജന്യമായിട്ടൊരു പേന. കാശ് വേണ്ട, ഒറ്റ പൈസ വേണ്ട.
തികച്ചും ഫ്രീ. ഒറ്റ പൈസ വേണ്ട, 100% ഫ്രീ. അതെ വാങ്ങൂ. ഇന്നാ ചേട്ടൻ വെച്ചോളൂ. ഇവിടെ അതെ, വേണം. എല്ലാവർക്കും തരാം. ആരും ബഹളം ഉണ്ടാക്കരുത്. അയ്യോ ഞാൻ പറഞ്ഞില്ല, 1 by 1 ആയിട്ട് മേടിക്കുക. ഇത് തെളിവാശാനെ. ഇത് തെളിയുമെന്ന് തെളിയിച്ചിട്ടാണ് ആശാനെ ഞാൻ ഈ തെളിഞ്ഞ മുഖവുമായി ഞെളിഞ്ഞു നടക്കുന്നത്. എന്റെ ആത്മാർത്ഥത ആരും ചോദ്യം ചെയ്യരുത്. പ്ലീസ് ഈ പേന മേടിക്കൂ. മേടിക്കാൻ കയ്യെത്തണില്ല. പേടിക്കണ്ട, പേന തീർന്നു പോയാൽ പേന കത്തിയുണ്ട്, അതും ഫ്രീ. ഇപ്പൊ വരാൻ ചേട്ടാ. ഇപ്പൊ തീർത്തരാം കേട്ടോ. തീർത്തിട്ടെങ്കിൽ വാ, അപ്പൊ കാണാം. പിന്നെ കാണണം. കിട്ടാത്തവർ കടന്നു വരൂ. ഇനി വെറും 5 പേനകൾ മാത്രം. അതെ, ആ അതും തീർന്നിരിക്കുന്നു. ഇരിക്കൂ ഇരിക്കൂ. സ്നേഹിത, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണ്? എന്താണ്? പേന. വെറും പേനയല്ല, പണം കായ്ക്കുന്ന മരം, പണം ഉണ്ടാക്കി തരുന്ന മിഷ്യൻ. ഈ പേന നിങ്ങൾക്ക് ഇപ്പോൾ 167 രൂപ ഉണ്ടാക്കി തന്നിരിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിത്യജീവിതത്തിൽ നിരവധി വിജയങ്ങൾ സമ്മാനിക്കുന്ന 1001 കുറുക്കുവഴികൾ അടങ്ങിയ 1001 ടെക്നിക്സ്. 150 രൂപയുടെ ഈ പുസ്തകവും 30 രൂപയുടെ ഈ കവിതാ സമാഹാരവും നിങ്ങൾക്ക് വെറും 15 രൂപയ്ക്ക് ലഭിക്കുന്നു. ഇത് വാങ്ങുന്നവർക്ക് ആ പേനകളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതെ, 182 രൂപയുടെ സാധനങ്ങൾ വെറും 15 രൂപയ്ക്ക്. ഈ സന്ദർഭം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തൂ. ചേട്ടാ, ഇതാ പുസ്തകം, വെറും 15 രൂപ. എനിക്ക് പുസ്തകം വേണ്ട. എന്തോ? എവിടെയാ വീട്? കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും? ചക്കാത്തിന് ഇട്ടപ്പോ ആർത്ത് പിടിച്ച് വാങ്ങിയല്ലോ. ഏയ് പതുക്കെ, ഇതാ പേന. ആഹാ, ദേ എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. വെറുതെ കിട്ടിയാൽ പാഷാണവും തിന്നും ഈ താടിച്ചേട്ടൻ. വെറുതെ കിട്ടിയാൽ പാഷാണവും തിന്നും. എന്റെ ചേട്ടോ, താനൊക്കെ വെറുതെ. ഹോ, ചേട്ടൻ ഇത്രയ്ക്ക് എച്ചിയാണോ ചേട്ടാ? ഏയ് മതി മതി. എത്രയാ അതിന്? 15 റുപ്പീസ്. എന്നാ പിടി. ചേട്ടാ, വെറുതെ കിട്ടുന്നൊക്കെ വാങ്ങി വെച്ച് കച്ചവടം തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഊളന്മാരും ഊച്ചാളികളുമാണ് ബസ്സിലിരിക്കുന്നവരെന്ന് ചേട്ടൻ കരുതിയോ? കണ്ടുപിടിക്കും, മറ്റുള്ളവരെ കണ്ടുപിടിക്കും. ചേട്ടാ, 15 റുപ്പീസ് കണ്ടുപിടിക്കേ. എടുക്കൂ എടുക്കൂ സാർ. താങ്ക് യു മാഡം. 15 റുപ്പീസ്. കോളേജിലാണല്ലേ? താങ്ക് യു. ഈ ചേട്ടൻ്റെ ഒരു പേന കാണുമല്ലോ. ആ ഉണ്ട്. ചേട്ടാ, വെറും 15 രൂപ. അയ്യോ, വേഗം എടുക്കും, സമയങ്ങളല്ലേ. ആരാ അവിടെ പേനയും കൊണ്ട് പുറകിലേക്ക് മാറിക്കളയുന്നത്? ചേട്ടാ, പുസ്തകം വാങ്ങിയില്ല കേട്ടോ. ആ സ്വിച്ച് ഇട്ടാ ഉടനെ ഇവിടെ ലൈറ്റ് എത്തും. കണ്ട, ഇതാണ് ബെഡ്റൂം. ആഹാ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഫർണിഷ്ഡ്, അടുക്കളയിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കൊള്ളാലോ. കൊള്ളൂലാത്ത സ്ഥലം ഞാൻ ഏർപ്പാടാക്കി തരുമോ? വാടകയൊക്കെ കുറവാണല്ലോ അല്ലേ? വളരെ ചീപ്പാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നതിന് വളരെ നന്ദി. ഓ, അതൊന്നും അത്ര വലിയ കാര്യമില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ കൂടുതൽ കാറ്റ് വേണമെങ്കിൽ ആ ജനൽ അല്പം കൂടെ തുറന്നിട്ട്. Oh, yes. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. അയ്യോ, താൻ പുറത്തിറങ്ങിയില്ല. തൂവൽ കിടക്കുകൾ വിരിച്ചോട്ടെ. എന്താ? എന്താ? അല്ല, എന്താ? ഒന്നുമില്ല. എനിക്കൊന്ന് കിടക്കണം. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. അല്ല, പങ്കം പോയിക്കോളൂ. ഞാനെവിടെ പോകാൻ? പങ്കിന് വീട്ടിൽ പോണ്ടേ? ഇതാണ് എന്റെ വീട്. ഇതല്ലാതെ വേറെ എനിക്ക് വീടില്ല. അല്ല, ഇത് എനിക്ക് വാടകയ്ക്ക് തന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ തനിക്ക് ഞാനിത് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് വേറൊരാൾ എനിക്കിത് വാടകയ്ക്ക് തന്നുപോയി. കുഴപ്പമില്ല, താനിതിന്റെ വാടക കൊടുത്തോ, പ്രശ്നം തീർന്നില്ലേ? എന്തായാലും നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത്. എന്തോന്ന്? നമ്മൾ ഒന്നിച്ച് ഇന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്തില്ലേ? എന്റെ പേന താൻ വിറ്റു, നാളെയും വിറ്റോ? പകരം തന്റെ പുസ്തകം ഞാനും വിൽക്കാം. ഓഹോ, അപ്പൊ അതാണ് ഉദ്ദേശം. അതെ, ഇന്നു മുതൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. തൽക്കാലം എനിക്കിപ്പോ ഒരു പാർട്ട്ണറുടെ ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. അപ്പോ ഗുഡ് നൈറ്റ്. സാർ. എന്താ വിളിച്ചത്? സാറേന്ന്. സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും എന്നെ ഒന്ന് നിർത്തിക്കൂടെ? ഈ പേന കച്ചവടം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. സാറിന്റെ കൂടെ നിന്നാ കുറച്ച് ടെക്നിക്സ് സാറിന് എന്നെ പഠിപ്പിക്കുകയും ചെയ്യാലോ. അത് വേണേ ആലോചിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഒരു കാര്യം, കിട്ടുന്ന ലാഭത്തിന്റെ പകുതി മാത്രം ഈ അസിസ്റ്റന്റ് തരാവൂ. ഏതായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം ഒന്ന് പയറ്റി നോക്കാം. ഓക്കെ? പക്ഷെ തന്റെ കച്ചറ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. വേഷത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കും. അപ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അനാവശ്യമായി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം. വെറും 10 രൂപ മാത്രം. അനാവശ്യമായി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം. അനാവശ്യമായിട്ട് എന്തിനാ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അത് പിന്നെ ചേട്ടാ, നിങ്ങളെ ആരെങ്കിലും ഇംഗ്ലീഷിൽ അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ അനാവശ്യം പറയാൻ ഈ പുസ്തകം ഉപകരിക്കും. 2 എടുത്തോളൂ. അതെ, ഒന്നിങ്ങി വന്നേ. ഒന്നിങ്ങി വന്നു. ചേട്ടാ, വങ്ക അനാവശ്യമല്ല, അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാമെന്ന. അങ്ങനെ പറഞ്ഞിട്ട് ആരും വാങ്ങുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ കവിത വിൽക്കാൻ നോക്ക്. കവിത വിൽക്കാൻ ശ്രമിച്ചപ്പോ ഒരാൾ എന്നെ ഇംഗ്ലീഷിൽ അനാവശ്യം പറഞ്ഞു. ആരായാള്? ഈ ബസ്സിനകത്തുണ്ടോ? ഇല്ല, അയാൾ ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞു? ആ, ഞാനൊരു കവിത പാടി, അതോടെ അയാൾ ഓടി. അതേത് കവിത? അത് നിന്റെ കവിതയില്ല, എന്റെ കവിത. ആ, കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്ന കവിത. ഹലോ 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 ഹലോ. ഹലോ, എന്താ? ഹലോ.
ആ, എന്താ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് 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 ഹോ, ഒന്ന് പറയടോ. അത് പിന്നെ പറഞ്ഞാ മതിയോ? അമ്മാവോ അമ്മാവാ അമ്മാവാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം പോയി കാപ്പി എടുത്ത് കുടിക്കാം അമ്മാവാ. അതെ, ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്നാ വിളിക്കാറ്. ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് സ്ഥിരം അമ്മാവന്റെ വേഷമായിരുന്നു, അതുകൊണ്ട് അല്ലേടാ ചന്ദ്രു. ദേ വൈകിക്കണ്ട, കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെ വായു കോപത്തിന്റെ ഒക്കെ മരുന്ന് കഴിക്കാൻ. ചെല്ലു പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അതെ, ഇത്രയും നാള് നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ, പെട്ടെന്ന് എവിടെ വന്നു ഈ അമ്മാവനൊക്കെ? ഇവിടെ നിന്ന് മഞ്ഞളരയ്ക്കാതെ വേഗം അകത്തേക്ക് പോകാൻ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഈ 3 വേ ലവ് ഞാൻ മാറിത്തരാം. നീ ലവ് ചെയ്തു. അതാന്നല്ലേ, ചെല്ലേ. ആക്ച്വലി ഞാൻ ഈ എന്താ മോളെ ഒരു ചൂച്ചു ശബ്ദം? ആ ഞാനും കേട്ടു, ആരോ വിളിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ ഹലോ ഹലോ എന്ന് വിളിച്ചത് അവന്മാരാണല്ലേ? അതെ. ആ അത് പറ, ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ടെലഫോൺ ബൂത്തായിരിക്കുമെന്ന്. വിജയ ചേട്ടാ വാ വാ. ഹലോ മാറ്റിയവൻ ചൂവാക്കി ശബ്ദം പിടിച്ച് വേഗം പോടാ. നിന്നെ ഞാൻ ഏട്ടാ. അയ്യോ, എന്തിനാ വിളിക്കുന്നത്? ഞാൻ തന്നല്ലേ, ഞാൻ പിടിച്ചോ. ഈ ഏരിയ നിന്നാണ് വന്നത്. എന്താണ് മാഷ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നാശാനെ? ഓണറെ, ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഷൂ ഷൂ എന്ന് വിളിച്ചു. ഞാനല്ല, ഈ പമ്പിന്ന് വന്ന ശബ്ദ. പമ്പ? ആ പമ്പ്, കാറ്റടിക്കുന്ന മെഷീൻ, അതിന്റെ ശബ്ദമായി. പെണ്ണുങ്ങളെ വിളിക്കാനും മിഷൻ ഇറങ്ങിയ? നീ അത് വെച്ച് ഞങ്ങളുടെ പെങ്ങളെയും വിളിക്കൂലടാ. ഇത് ശരിയാവില്ല കേട്ടാ. എന്റെ മാഷ, ഇത് സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ. ദേ നോക്കിയേ, അവൻ സൈക്കിളിൽ കാറ്റടിക്കായിരുന്നു. അയ്യടാ ചേട്ടാ, വിജയ, ചേട്ടൻ എന്തെടുക്കേണ്? ഞാൻ മുറുക്കേണ്. മുറുക്കണ? ദൈവമേ, എന്തു സാധനം ലൂസായത്? വെറ്റില മുറുക്കേടാ. ആ ചേട്ടാ, എഞ്ചാടാ. ഈ ബാത്റൂം എവിടെയാണ്? നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ കട്ടിൽ കിടക്കേണ് ചേട്ടാ. മോനെ, ബാത്റൂം നിന്റെ അടുത്തേക്ക് വരണോ അതോ നീ ബാത്റൂമിലേക്ക് പോവോ? ഞാൻ ബാത്റൂമിലേക്ക് പൊക്കോളാം, എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. എന്നാ നീ അവിടെ നിന്ന് എണീറ്റേ. എഴുന്നേറ്റാ? ആ എഴുന്നേറ്റ്. ഇനി ഒരു 4 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്ക്. ഇത് കസേരയല്ലേ ചേട്ടാ? കസേരത്തിയാ? ആ എത്തി. റൈറ്റ്. ഒഴിച്ചോട്ടെ? ആ ഒഴിച്ചോ. എന്താ നീ ഒഴിക്കാൻ പോകുന്നെ? മൂത്രം. മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോടാ. അതല്ലേ ചോദിച്ചാ ബാത്റൂം എവിടെയാണെന്ന്. വലത്തോട്ട് പോടാ. വലത്തോട്ട്? ആ റൈറ്റ്. വലതുവശം റൈറ്റ് ആണെന്ന് എനിക്കറിയാം. അറിയാലേ? ആ. ഇനി തിരിഞ്ഞോ? ആ തിരിഞ്ഞ്. തിരിഞ്ഞെങ്കിൽ നേരെ വെക്കും. നേരെ. നേരെ. ആ നേരെ പോണേ. ഏയ്. ആ, ആ. ദേ ഇരുന്നു. ദേ ഇവിടെ കൊണ്ട് വെച്ച്. അനാവശ്യം പറയുന്നു. അനാവശ്യം കാണിക്കാം, അനാവശ്യം ഒഴിക്കാൻ ചെയ്യാം. ഒറ്റ അടിക്കല്ലേ? ചന്ദ്രു, അറിഞ്ഞോണ്ടല്ലോ, അറിയാതെ പറ്റിയതല്ലേ? നിന്റെ അറിവില്ലാതെ എങ്ങനെയാ എത്രയും മൂത്രം പോണേ? തനിക്കെന്താ ഓട്ടോമാറ്റിക്കാ? മാറിക്കണങ്ങട് ചേട്ടനാ. എന്താടാ ബാത്റൂമിൽ? അതെ, ഞാൻ അറിയാതെ ഒരാളുടെ ദേഹത്ത് മൂത്രം ഒഴിച്ചു പോയി. കേട്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക്. ആള് മാറിപ്പോയി, എന്നെ തന്നെ തല്ലേ. ഇത് ഞാനാ പങ്കനാച്ചൻ. ആള് മാറിയിട്ടില്ലടാ, നിന്നെ തന്നെയാണ് തല്ലിയത്. നീ എന്തിനാണ് ഞങ്ങളുടെ കുളിമുറിക്കൽ വിളിച്ചിരുന്നത്? കേൾക്കുന്നില്ലേ? കുളിമുറിക്കറി ഒളിച്ചിരിക്കായിരുന്നു. ഇത് കുളിമുറി അല്ല. ആശാനെ, ഇത് കുളിമുറി അല്ല, ഞങ്ങളുടെ അടുക്കള. ആണോ? ഞങ്ങളുടെ കുളിമുറിയിലാണ് നിന്റെ ബാത്റൂമിലാണ്.
ഏട്ടൻ ഇവിടെ വന്നേ, എന്താ ഈ കാണിക്കുന്നേ? മോളെ അവന്മാരെ നമ്മുടെ കുളിമുറിക്കൽ ഒളിച്ചിരിക്കുക. അയ്യോ ഏട്ടാ, ഇത് നമ്മുടെ കുളിമുറിയല്ല, ഇത് അവരുടെ വീടാ. ആ, ഇതെന്ത് പണ്ടാരോണ് ആ ഓണറെ? ആ. അവരുടെ വീട് എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കണത്? അയ്യോ ഏട്ടാ, അവരവരുടെ വീട്ടിൽ തന്നെയാ, നിങ്ങളാ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഈ രണ്ട് വീടും തമ്മിൽ വേർതിരിവൊന്നും ഇല്ലല്ലേ? വിജയ, ചേട്ടാ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചേട്ടാ വിജയ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ. നമ്മുടെ പഴയ വടിയൊക്കെ ഒന്ന് മാറ്റണം. അതെ, മാറ്റടോ. എന്നിട്ട് ഒരു ഇരുമ്പോലൊക്കെ മേടിക്കും. ചന്ദ്രു വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ, ഇനി ഒലക്കേം കൊണ്ടിറങ്ങും. അതെ, സോറി. ഓടി. നിന്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ, അവരെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ചന്ദ്രു ആ കത്തി ഇങ്ങെടുക്ക്. ഏയ്, അതൊന്നും വേണ്ട. നിന്നോട് എടുക്കാനാ പറഞ്ഞത്. എന്തിനാടാ ഇപ്പൊ കത്തി? എന്റെ രണ്ട് കണ്ണും കുത്തിയെടുത്ത് യവന്മാർക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാനാടാ. ഇല്ലെങ്കിൽ യവന്മാരനെ തല്ലി കൊല്ലും. കൊള്ളുവടാ, നിന്നെ പോലുള്ള അലവലാദികൾ എവിടെ ചെന്നാലും തല്ലുകൊള്ളും. അതിന് ഞങ്ങളെ കുറ്റം പറയും. ചന്ദ്രു, കഴിഞ്ഞതൊക്കെ പോട്ടെ, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനില്ല, നീ പോയിക്കോ. ചന്ദ്രു മോനെ, എടാ, ചുഴിയും മലരിയും കലർന്നതാ ജീവിതം. അതിൽ പിടിച്ചാ കിട്ടാത്ത അടിയൊഴുക്കുണ്ട്, പ്രശ്നങ്ങളുടെ പാറക്കെട്ടുണ്ട്, വേദനയുടെ നീരൊഴുക്കുണ്ട്. കാർമേഘ പടലത്തിലെ വെള്ളിരേഖയെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചാൽ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. നീ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ സഹിക്കാം. പക്ഷെ പച്ച പാതിരാക്കി വന്ന് ഒരുമാതിരി ഓട സാഹിത്യം പറഞ്ഞോണ്ടല്ലോ. ചന്ദ്രു വാ, ഞാനാണ് വിളിക്കുന്നത്. അതുകൊണ്ടാ വരാത്തത്. എന്നാലേ ഞാനും പോണില്ല. സ്നേഹമാണ് അവലത്, സ്നേഹമാണ്. എന്റെ ആത്മാർത്ഥം എന്താണെന്ന് കാലം നിന്നെ മനസ്സിലാക്കി തരും. മഞ്ഞു കൊണ്ടോട്ടെ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാ. ഞാൻ പോകുന്നില്ല. ആ ബാഗ് ഇങ്ങോട്ട് തന്നെ. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, എങ്കിൽ ബാഗ് തരാം. നീ ഒന്നും മിണ്ടണ്ട, ബാഗ് ഇങ്ങോട്ട് തരാൻ. നീ എന്റെ കൂടെ വന്നാലേ തരുള്ളൂ. നീ ബാഗ് ബാഗ് തരാനില്ല. നീ വിട്ടേ. പച്ചപ്പാതിരാക്കി ഉറങ്ങി കിടക്കുന്നതിന്റെ ബാഗ് പിടിച്ചു പറിക്കുന്നതാ. ഇത് എന്റെ ബാഗാ സാറേ. നിന്റെ ബാഗ് എങ്ങനെയാ ഇവന്റെ തലക്കടിയിലായത്? പറയണം. പങ്ക കുഴപ്പമായി. എണീറ്റേ സാർ, ഇത് വെറും അഭിനയമാണ്. നമ്പർ ഒന്നും ഇറക്കണ്ട മോനെ. അയ്യോ പങ്ക, എണീക്കടാ. തേടി കുറെ നാളായി ഞങ്ങൾ നടക്കുക. ദൈവമേ, എടാ പങ്ക, നീ കളിക്കല്ലേ. സാറേ ഇവന് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറക്കമാണോ അവിടെ? നല്ല ഉറക്കമാ. എടാ പങ്ക, നീ തമാശ കളിക്കല്ലേ, എണീക്കടാ. അയ്യോ, ഇങ്ങോട്ട് വാടാ മോനെ. എടാ നീ എണീറ്റില്ല, ഞാൻ പല കേസിലും പ്രതിയാകും. ഇങ്ങോട്ട് ഇവന് വാടാ. ഉറങ്ങിയിട്ടില്ല സാറേ, സത്യം. നടക്കടാ സ്റ്റേഷനിലേക്ക്. നടക്കണം. എടാ സമ്മതിച്ചടാ, സമ്മതിച്ചു. നിന്നോട് എനിക്ക് ഒരു വഴക്കുമില്ല. മാത്രമല്ല നിന്റെ കൂടെ ഞാൻ എവിടെ വേണേലും വരാം. സത്യം സത്യം. എടാ പങ്ക, എണീക്ക് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഇവനെ വിട്ടേരെ സാറേ, ഇവൻ കള്ളനല്ല. അപ്പൊ നീ ഉറങ്ങുമല്ലായിരുന്നല്ലേ? ഏയ്, ഞാൻ അഭിനയിച്ചതാ. മാത്രമല്ല ഇവൻ എന്റെ കൂട്ടുകാരനും കൂടിയാ. ഈ ബാഗൊക്കെ എവന്റെ. നീ അപ്പൊ ഉറക്കത്തിൽ എനിക്കും തന്ന അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അത് ഞാൻ സ്വപ്നത്തിൽ ഉറക്കം കണ്ടതാണ്. പാതിരാത്രി റോഡിൽ കിടന്ന് നാടകം കളിക്കാൻ എന്റെ വീട്ടിൽ പോടാ. വാ പോകാം. ഞാൻ അങ്ങോട്ടും ഇല്ല. മോനെ പങ്ക, പ്രശ്നങ്ങളുടെ പാറക്കെട്ട് ഇളകിയില്ലേ, വേദനയുടെ നീരൊഴുക്കും തുടങ്ങിയില്ലേ. വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ല. എന്താ പോയില്ലേ? ആ പോലീസുകാരൻ ഒരു പ്രാവശ്യം കൂടി എന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്തേനെ. 2 എണ്ണം ആദ്യമേ കിട്ടിയായിരുന്നല്ലോ. അപ്പൊ എന്ത് തിരിച്ചു കൊടുക്കാൻ ഞാൻ? അതാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത്. ഇതെന്ത് പറ്റി? ആന്ധ്ര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ആന്ധ്രയുടെ നടുക്കണ്ടം തിന്നണമെന്നാ പ്രമാണം. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. ആ, നിനക്ക് തെലുങ്ക് ഒട്ടും അറിയില്ലല്ലോ? ഇല്ല. പേടിക്കണ്ട, എന്നെ ഫോളോ ചെയ്താൽ മതി. ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത്. ഫോളോ. നീ എന്താ ഈ കാണിക്കുന്നേ? ആന്ധ്രയില് എവിടെ ഡാൻസ് കണ്ടാലും കൂടെ കൂടിക്കോണമെന്ന റൂളാണോ? എങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം. നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. ചെല്ല്. അല്ല, ഞാനും ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? പോറാന്ന്. എങ്കിൽ പോടാ. కొట్టార బ్యాగ్ పడుతుంది. ഒന്ന് പോടാ. ഇത് ഞാനാടാ. ഇതെന്താ ഇത്? അത് ശരി, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് രസിച്ച് നടക്കല്ലേ? ഒറ്റ അടിവെച്ചതാണല്ലോ. എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ഈ കാണുന്നത്. എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ള ഒരു തലയിൽ കൂടെ പൊടി വാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ. നീ ചെപ്പന്തി കറക്റ്റാ? ഞാൻ നിന്നെ തിരക്ക് നടക്കല്ലായിരുന്നു. നീ വന്നേ.
എന്താ നീ ഇതോടെ പോവുക ഞാനാ ഭാര്യ തിരക്കി പോവാ. പിന്നെ ഇതാരാ നിന്റെ തന്തയാ? അയ്യോ ചേട്ടനായിരുന്നോ? മൂക്കിനെന്ത് പറ്റി? നീര് വെച്ചിരിക്കുന്നു. ആ അതെ, കാട്ടുപോത് കുത്തിയതാ. ദേഹമാസകലം നീര് വരാതിരിക്കാനാ ഞാൻ ദേ ഇത് വെച്ചോണ്ട് തിരക്കണത്. ആ ശശാങ്കനും കൂട്ടരും എന്നെ തേടി നടക്കുക. അവന്മാരുടെ കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് ഭാര്യ ശരീരം മുഴുവൻ തീരെ ഗർഭവാസം പറഞ്ഞിട്ടെന്താ കാര്യം? ആശുപത്രി കിടക്കുക. ദേ പോണത് കണ്ടില്ലേ? അവന്മാരുടെ കൈ പെടുന്നതിന് മുമ്പ് ഒരു 15 സെന്റ് സ്ഥലം വിട്ട് കൂത്തരങ്ങിന്റെ പണി തുടങ്ങണം. ഇല്ല ഈ കൈ കാണുക അല്ലെ കാലും കാണുക. ചേട്ടൻ എന്തിനാ പേടിക്കണേ? പാർട്ടി റെഡി ക്യാഷ് ആയിട്ടാ വന്നിരിക്കുന്നത്. റെഡി ക്യാഷ്? റെഡി ക്യാഷ് കിട്ടുമോ? കിട്ടും. എന്റെ ദേവി, എന്നാ സമയങ്ങളെ ആദ്യം വാ. ദേ ഇതാ മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം. അയ്യോ ഈശ്വര, പിന്നെ ഇയാളാ? ഞാനിത് മുഴുവൻ അങ്ങ് വാങ്ങിച്ചേക്കാം. എന്താ താനിങ് വന്നേ. ഇതാണോ ആള്? അതെ, ബെസ്റ്റ് പാർട്ടിയാ. പക്ഷെ എന്റെ കമ്മീഷൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തരണം. പിന്നെന്താ, ഇപ്പൊ തന്നെ നന്നാക്കാം. ഇത് അഡ്വാൻസ്, ബാക്കി പിന്നെ. ഓടാ. എന്താ ഇതൊക്കെ? താനെന്താ വല്ല സർക്കസിൽ നിന്നും വരുവാണോ? ഏയ് സർക്കസിലേക്ക് പോവുക. വേണമെങ്കിൽ താനും കൂടെ പോരെ. നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് തമാശകൾ കാണിക്കാം. എന്തോ എടോ കള്ള വാരിയോനെ. അയ്യേ, ഞാൻ വാരൊന്നുമല്ല. എന്റെ പേര് ജോസഫ് എന്ന് പറ്റുവാ. ഞാനേ സർക്കസിലെ ജോക്കറാ. തന്റെ മൂക്കേ ഞാൻ ഇടിച്ച് ഇതേ ഷേപ്പിലാക്കി തരാം. മേനാൽ ഇത് വെക്കേണ്ടി വരില്ല. കാര്യം പറയട്ടെ. എടോ താൻ 5 ലക്ഷം രൂപ ഈ നിൽക്കുന്ന നമ്പ്യാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തതിന്റെ രസീതല്ലേ ഇത്? എന്റെ അമ്മയാണ് സത്യം. ഒരു പൈസ പോലും ഈ മനുഷ്യൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. എന്റെ അളിയൻ ശിവരാമൻ 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതാ. അതിന്റെ രസീത് ഞാനും കണ്ടതാ. ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇടി തുടരട്ടെ. ഒരു മെഗാ സീരിയല് പോലെ ഇടി ഒരിക്കലും അവസാനിക്കരുത്. ഇടയ്ക്ക് പരസ്യം പോലും പാടില്ല.